എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് IS 10262-2009 കോഡ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് മിക്സ് ഡിസൈനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് IS 10262-2009 ഇന്ത്യൻ കോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഇന്ത്യൻ കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. IS 10262 എന്ന് പറയുന്ന ഈ കോഡ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് കോൺക്രീറ്റ് ആണ്. അതായത് ഓർഡിനറി കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റുമാണ് നമ്മൾ IS 10262 കൊണ്ട് മിക്സ് ഡിസൈൻ ചെയ്യാറുള്ളത്. എന്താണ് ഈ ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ അതിനായിട്ട് നമുക്ക് IS 456-2000 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടേബിൾ 2-ൽ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് വെച്ചിട്ട് കോൺക്രീറ്റിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത് M10 to M20 വരെയുള്ളതിനാണ് ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M25 to M55 കാറ്റഗറിയാണ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M60 to M80 വരെയാണ്. ഇതിന് ഹയർ ഉള്ളതിന് നമുക്ക് വേണമെങ്കിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലും പെടുത്താവുന്നതാണ്. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റുമാണ് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് IS 10262-2009 യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പുതിയ കോഡ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഇതിനകത്ത് കുറച്ച് റെഫറൻസ് കാണിച്ചിട്ടുണ്ട്. റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് കോൺസ്റ്റുവൻസിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോൺസ്റ്റുവൻസി വരുന്ന കോഡുകളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് IS 383-1970 എന്ന് പറയുന്ന കോഡ്, സ്പെസിഫിക്കേഷൻ ഓഫ് കോസ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കോസ് അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡിനോട്ട് ചെയ്തിരിക്കുന്ന കോഡാണ്. നെക്സ്റ്റ് IS 456-2000 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നെക്സ്റ്റ് 2386 എന്ന് പറയുന്നത് നിങ്ങളുടെ കോസ് അഗ്രിഗേറ്റിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റുകൾ പ്രതിപാദിക്കുന്ന കോഡാണ്. IS 2386 എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. അതുപോലെ തന്നെ 3812 എന്ന് പറയുന്ന കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ സിമെൻറ്റിൽ പൊസ്ലോണയായിട്ട് യൂസ് ചെയ്യുന്ന പൾവറൈസ്ഡ് ഫ്യൂരാഷിൻ്റെ പ്രോപ്പർട്ടീസ്, സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്ന കോഡാണ് IS 3812 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന 43 ഗ്രേഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കോഡാണ് IS 8112-1989 എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഫോർ അഡ്മിക്സേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന മിനറൽ അഡ്മിക്സേഴ്സ് ആൻഡ് കെമിക്കൽ അഡ്മിക്സേഴ്സിൻ്റെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് IS 9103-1999. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മിക്സ് പ്രൊപ്പോർഷൻ ചെയ്യുന്നതിനാവശ്യമായ ഡേറ്റാസിനെയാണ്. സോ മിക്സ് പ്രൊപ്പോർഷൻ ചെയ്യാനായിട്ട് നമ്മൾ കോഡ് പറയുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് ഡെസിഗ്നേഷൻ എന്ന് പറയും. നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് ഡെസിഗ്നേഷൻ, അതായത് M15 ആണോ M10 ആണോ M20 അങ്ങനെയുള്ള ഗ്രേഡ് ഡെസിഗ്നേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ ഗ്രേഡ് ഡെസിഗ്നേഷൻ M സ്റ്റാൻഡ്സ് ഫോർ മിക്സ് ആൻഡ് ആ നമ്പർ സ്റ്റാൻഡ് ഫോർ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ Nm/mm² ഉള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് ആ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ M20 മീൻസ് ദ മിക്സ് 20 ദാറ്റ് ഈസ് ഹാവിങ് എ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 20 Nm/mm² അറ്റ് 28 days. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് സിമെൻ്റ് ആണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, സൾഫേറ്റ് സിമെൻറ്റ്, അങ്ങനെ പൊസ്ലോണ സിമെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഉണ്ട്. ഏത് സിമെൻറ്റ് ആണെന്നുള്ളതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ മാക്സിമം നോമിനൽ സൈസ് ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, എക്സ്പോഷർ കണ്ടീഷൻ നമുക്കറിയാവുന്ന എക്സ്പോഷർ കണ്ടീഷൻ വെച്ചിട്ട് അവിടെ വേണ്ടുന്ന സിമെൻറ്റ് കണ്ടൻറ്റ്, മിനിമം സിമെൻറ്റ് കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയാൻ നമുക്കറിയാം വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സിമെൻറ്റിൻ്റെ റേഷ്യോ ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കോമ്പാക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ സ്ലബ് ടെസ്റ്റിൽ തന്നിരിക്കണം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ആയിട്ട്. അതുപോലെ എക്സ്പോഷർ കണ്ടീഷൻ ആസ് പെർ ടേബിൾ 4 ആൻഡ് ടേബിൾ 5 ഓഫ് IS 456. എക്സ്പോഷർ കണ്ടീഷൻസ് നമുക്കറിയാം 5 കണ്ടീഷൻസ് ആണുള്ളത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം, അങ്ങനെ 5 കണ്ടീഷൻസ്. ആ കണ്ടീഷൻ ഏതാണെന്ന് നമ്മൾ ഡേറ്റ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ കോൺക്രീറ്റ് അറ്റ് ടൈം ഓഫ് പ്ലേസിങ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റയാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം ഏകദേശം ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിങ്, ഏത് മെത്തേഡാണ്, പമ്പിങ് ആണോ അതോ മാനുവൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എയർലി ഏജ് സ്ട്രെങ്ത് റിക്വയർമെൻറ്റ് ഇഫ് റിക്വയർഡ്, ഏതെങ്കിലും പർട്ടിക്കുലർ കൺസ്ട്രക്ഷന് early stage number strength required പെട്ടെന്ന് strength attain ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയുള്ളത്
നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് യൂസ്ഡ്. ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് അഗ്രിഗേറ്റ് ആണോ, ആംഗുലർ അഗ്രിഗേറ്റ് ആണോ, അങ്ങനെ ഏത് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ്, നമ്മളെ കോൺക്രീറ്റിൽ RCCയിൽ യൂസ് ചെയ്യുന്ന മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 450 kg/m³ കൂടാൻ പറ്റില്ല. സോ അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആഡ്മിക്സേഴ്സ് നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താ ആഡ്മിക്സേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ആഡ്മിക്സറാണ്, കെമിക്കൽ ആഡ്മിക്സർ ഏതെങ്കിലും വേണോ, അതുപോലെ മിനറൽ ആഡ്മിക്സർ ഏതെങ്കിലും വേണോ എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഇത്രയാണ് നമ്മുടെ ഒരു മിക്സ് ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായ പ്രിലിമിനറി ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫർദർ അങ്ങോട്ട് മിക്സ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്സ് ഡിസൈൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് സ്ട്രെങ്ത് ഓഫ് ദി മിക്സ് പ്രൊപ്പോർഷനിങ് കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് FCK- ഈസ് നോൺ ആസ് ദ target strength of the mixed proportion. It is equal to FCK plus 1.65 into S. FCK എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണെന്ന്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 സാമ്പിൾ കോൺക്രീറ്റിൻ്റെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിൾ നമ്മൾ നിർമ്മിക്കുന്നത് ഒരു 20 Nm/m² അല്ലെങ്കിൽ 20 MPa സ്ട്രെങ്ത് കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ മിക്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ക്യൂബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, അതായത് അതിനകത്ത് 100 സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5 സാമ്പിൾ മാത്രമേ നിങ്ങളുടെ 20 Nm/m² കുറവായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അതായത് നിങ്ങളുടെ 95 സാമ്പിൾസും ഈ 20 Nm/m² കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സാമ്പിളായിരിക്കും. അതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട്, ആ വാല്യൂവിന് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഡീവിയേഷൻ ഉണ്ടെന്നുള്ള ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് സ്ട്രെങ്ത് ഓഫ് ദി മിക്സ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഡേറ്റയിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഗ്രേഡ് ഡെസിഗ്നേഷൻ. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. സോ M30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M30 ആയിരിക്കും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ടാർഗറ്റഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ S എന്ന് പറഞ്ഞ പാരാമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ്ഡ് അപ്പോൺ ദി ടെസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ദി സാമ്പിളും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. സോ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ടെസ്റ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ടേബിൾ 1 ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് ഉള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മുടെ ഗ്രേഡ് ഏതാണോ ആ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഈ ടേബിളിൽ നിന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ്. എക്സ്പോഷർ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും. IS 456 പേജ് നമ്പർ 18 എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്ന ടേബിൾ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അതിനകത്ത് ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. ഇങ്ങനെ 5 കണ്ടീഷൻ, 5 എക്സ്പോഷർ കണ്ടീഷൻസാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫിക്സ് ചെയ്യുന്നത്. IS 456 പേജ് നമ്പർ 20 ടേബിൾ 5 നിങ്ങൾക്ക് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്, maximum water cement ratio and the minimum grade of concrete for a different exposure with the normal weight of aggregate 20 mm nominal size തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എക്സ്പോഷർ കണ്ടീഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ടേബിളിൽ നിന്നാണ്. നിങ്ങൾക്കൊരു സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ ഉള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന RCC സ്ട്രക്ചർ ആണെങ്കിൽ RCC സ്ട്രക്ചറിൻ്റെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആണ്. സോ M40 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. M30 മിനിമം ഗ്രേഡെങ്കിലും വേണം. ആ മിനിമം ഗ്രേഡിൻ്റെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.45 ആയിരിക്കണം. അതുപോലെ തന്നെ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് 320 kg/m³ ആണെന്നും ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് എ വാട്ടർ കണ്ടൻറ്റ് ആണ്. സെലക്ഷൻ ഓഫ് എ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടേബിൾ 2 IS 1026 ടേബിൾ 2 നിന്നാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ചൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റും
മാക്സിമം വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ RCC യൂസ് ചെയ്യുന്ന നോർമൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്. 20 mm കറസ്പോണ്ടിങ് ആയിട്ട് ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത് 186 kg വാട്ടർ കണ്ടൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ നമ്മുടെ നോർമൽ മാക്സിമം സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ചൂസ് ചെയ്യാം. സോ ഈ വാട്ടർ കണ്ടൻറ്റ് ചൂസ് ചെയ്യുന്നത് ഇത് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ 2 എന്ന് പറയുന്നത് ഒരു 50 mm സ്ലംപിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അഡീഷണൽ എന്തെങ്കിലും സ്ലംപ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോസിനകത്ത് പറയുന്നുണ്ട് ഇതെന്ന് പറയുന്നത് 50 mm സ്ലംപിനാണ്. സോ അഡീഷണൽ സ്ലംപ് വരുവാണെന്നുണ്ടെങ്കിൽ the trial mixes increase by about 3% for every 25 mm slump alternately user. അതായത് നിങ്ങൾക്കൊരു 50 mm സ്ലംപിനേക്കാളും അതായത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു 100 mm സ്ലംപ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 50 mm നിങ്ങൾക്ക് 186 വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യാം. സോ അഡീഷണൽ ആയിട്ടുള്ള ഓരോ 25 mm 3% വീതം വാട്ടർ കണ്ടൻറ്റ് കൂട്ടി കൊടുക്കുക. സോ അതാണ് ആ ക്ലോസ് പറയുന്നത്. സോ ആ ക്ലോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ക്ലോസിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സേഴ്സ് യൂസ് ചെയ്താൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 to up to 20% വരെ കുറയ്ക്കാം. മാക്സിമം എന്ന് പറയുന്നത് 30% വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. സോ കോഡിൽ പറയുന്ന വാട്ടർ കണ്ടൻറ്റ് നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ വാട്ടർ കണ്ടൻറ്റിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. സോ ഈ ഒരു ക്ലോസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ സിമെൻറ്റ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫ്ലൈ ആഷോട് ചേർന്നിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് പ്ലസ് ഫ്ലൈ ആഷ് ആയിരിക്കും നമ്മുടെ സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ സിമെൻറ്റേഷ്യസ് മെറ്റീരിയലിൻ്റെ ഡിറ്റർമിനേഷനാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഈ ക്ലോസിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ കോസ് അഗ്രിഗേറ്റിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ ടേബിൾ 3 എന്നാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ് അഗ്രിഗേറ്റിൻ്റെ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്യുന്നത് നോർമൽ മാക്സിമം സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. നോർമൽ മാക്സിമം സൈസിന് സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്, വോളിയം ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വോളിയം എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5നെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5ൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ കോസ് അഗ്രിഗേറ്റ് ഫ്രാക്ഷന് ശേഷം നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ടോട്ടൽ അഗ്രിഗേറ്റിൽ നിന്നും കോസ് അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അഗ്രിഗേറ്റ് കിട്ടും. അതുപോലെ തന്നെ ഓരോ ഫ്രാക്ഷനും ഇൻഡിവിജ്വൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഈ റേഷ്യോയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് മെറ്റീരിയൽസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോബ്ലം വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ IS 10262 തന്നെ അവൈലബിൾ ആയിട്ടുള്ള അനക്സർ എയിൽ പറയണ ഒരു പ്രോബ്ലമാണ്, ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ എക്സാമ്പിളിനകത്ത് നമുക്ക് ചെയ്യേണ്ട മിക്സ് ഡിസൈൻ ചെയ്യേണ്ട ഗ്രേഡ് തന്നിട്ടുണ്ട് M40. അതുപോലെ ടൈപ്പ് ഓഫ് സിമെൻറ്റ് OPC 43 ഗ്രേഡ് ആണെന്ന് പറയുന്നുണ്ട്. മിനിമം നോമിനൽ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 20 mm ആണ് തന്നിട്ടുണ്ട്. അതുപോലെ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് 320 kg/m³ ആണ്. മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.45 ആണെന്ന് പറയുന്നുണ്ട്. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് 100 mm സ്ലംബാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എക്സ്പോഷർ കണ്ടീഷൻ സിവിയർ ആണെന്ന് പറയുന്നുണ്ട് ഫോർ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് പ്ലേസിംഗ് പമ്പിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ ഇസ് ഗുഡ് ആൻഡ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് crushed angular aggregate and maximum cement content 450 kg/m³, and the chemical admixture super plasticizer is using, and additional data cement used, specific gravity of cement തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോസ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് തന്നിട്ടുണ്ട്. കോസ് അഗ്രിഗേറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും വാട്ടർ അബ്സോർഷൻ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീ മോയ്സ്ചർ രണ്ടിലും ഇല്ലെന്ന് തന്നിട്ടുണ്ട്. ഇല്ല, ചില സമയത്ത് നമുക്ക് ഫ്രീ മോയ്സ്ചർ കണ്ടന്റുള്ള ക്വാണ്ടിറ്റി തരും. സീവ് അനാലിസിസിൻ്റെ കോസ് ഫ്രാക്ഷൻ തന്നിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻ അഗ്രിഗേറ്റ് കൺഫോമിംഗ് ടു ഗ്രേഡ് സോൺ 1 ഓഫ് ടേബിൾ 4 ഓഫ് IS 383. സോ ഇത്രയാണ് നമ്മുടെ മിക്സ് ഡിസൈൻ ആവശ്യമുള്ള ഡേറ്റാസ് എന്ന് പറയുന്നത്. പ്രിലിമിനറി ഈ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സ്ക്രീനിൽ ലെഫ്റ്റ് റൈറ്റും കാണുന്നത് IS 10262 തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ
നിങ്ങൾക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടാർഗറ്റ് സ്ട്രെങ്ത് ഫോർ ദി മിക്സ് പ്രൊപ്പോർഷനിങ് കണ്ടുപിടിക്കുകയാണ്. ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് FCK' = 1.65s എന്നായിരുന്നു. സോ അതിനകത്ത് FCK ആണ് നമ്മുടെ ഗ്രേഡ് ഡെസിഗ്നേഷൻ, അതായത് M40 അതായത് 40 Nm/mm² ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടേബിൾ 1 നിന്നാണ്. ആസ് പെർ ടേബിൾ 1 നമുക്കറിയാം M40 കോൺക്രീറ്റിൻ്റെ എന്ന് പറയുന്നത് M40 കോൺക്രീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5 ആണ്. സോ ആ 5 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടാർഗറ്റഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 + 1.65 × 5 48.25 Nm/mm². ഇറ്റ്സ് എ ടാർഗറ്റ് സ്ട്രെങ്ത് ഓഫ് ദി മിക്സ് പ്രൊപ്പോർഷൻ. ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് എ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. സോ അതിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് ടേബിൾ 5 ഓഫ് IS 456 ആണ് നോക്കുന്നത്. ഇതാണ് ടേബിൾ 5 ഓഫ് IS 456 എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിവിയർ കണ്ടീഷനാണ്. സോ സിവിയർ കണ്ടീഷൻ നോക്കുക. സിവിയർ കണ്ടീഷനിൽ മിനിമം ഗ്രേഡ് M30 ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് M40 ഗ്രേഡാണ്. സോ അവിടെ മാക്സിമം ഫ്രീ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.45 ആണ്. സോ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5 ആണ്. ബേസ്ഡ് അപ്പോൺ എക്സ്പീരിയൻസ് നമ്മളൊരു 0.4 അഡോപ്റ്റ് ചെയ്യുന്നു. സോ 0.4 നമ്മൾ ഒരു തിയററ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ആ 0.4 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആയ 0.45-നേക്കാളും കുറവാണ്. അതുകൊണ്ട് ഓക്കെ ആണ്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് എ വാട്ടർ കണ്ടൻറ്റ് ആണ്. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് IS 10262-ൻ്റെ തന്നെ ടേബിൾ 2 ആണിത്. സോ ആ ടേബിൾ 2 പ്രകാരം നിങ്ങൾക്കറിയാം ടേബിൾ 2-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm ആയതുകൊണ്ട് 20 mm മാക്സിമം വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 186 liters ആണ്. സോ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ടേബിൾ എന്ന് പറയുന്നത് 25 to 50 mm സ്ലംപ് റേഞ്ചിലാണ് ഈ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കേസിൽ വർക്കബിലിറ്റി എന്ന് പറയുന്നത് 100 mm ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഫാക്ടറോട് കൺസിഡർ ചെയ്യണം. സോ അതിനായിട്ട് കോഡിൽ പറയുന്നത് ഓരോ എക്സ്ട്രാ 50 mm എബോവ് ആയിട്ട് ഉള്ള ഓരോ 25 mm സ്ലംപിനും ദർ ഷുഡ് ബി ആൻ ഇൻക്രീസ് ഓഫ് 3% ഇൻക്രീസ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഓരോ 25 mm വേണം. സോ അതിനായിട്ട് എസ്റ്റിമേറ്റഡ് വാട്ടർ കണ്ടൻറ്റ് ഫോർ 100 mm സ്ലംബ് എന്ന് പറയുന്നത് 186 liters പ്ലസ് ഇവിടെ നിന്ന് 25 50. സോ ഒരു 50-ക്ക് 3% പ്ലസ് 3%. സോ 6% ഓഫ് 186 liters എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ ടോട്ടൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 197 liters ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് സൂപ്പർ പ്ലാസ്റ്റൈസർ യൂസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. കെമിക്കൽ അഡ്മിക്സ്ഡായിട്ട് സൂപ്പർ പ്ലാസ്റ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ പ്ലാസ്റ്റൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദ വാട്ടർ കണ്ടൻറ്റ്. സോ റിഡക്ഷൻ ഇൻ ദ വാട്ടർ കണ്ടൻറ്റിൽ കോഡ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 29% നമുക്ക് അസ്യൂം ചെയ്യാം. 30% വരെ നമുക്ക് റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടൻറ്റ് അസ്യൂം ചെയ്യാം. ബേസ്ഡ് ഓൺ ട്രയൽ വിത്ത് സൂപ്പർ പ്ലാസ്റ്റൈസർ വാട്ടർ കണ്ടൻറ്റ് റിഡക്ഷൻ ഓഫ് 29% ഹാസ് ബീൻ അച്ചീവ്ഡ്. അതുകൊണ്ട് സോ 197 liters-ൻ്റെ 29% റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ 71% മാത്രമേ ആക്ച്വൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളൂ. സോ 197 × 0.71 ദർ ഇസ് 140 liters മാത്രമാണ് നമ്മുടെ ടോട്ടൽ വാട്ടർ കണ്ടൻറ്റ് റിക്വയർഡ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ് ആണ്. സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 0.4 ആണ്. സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സിമെൻറ്റ് ആണ്. സോ അതിനകത്തെ വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 140 liters ആണെന്ന്. സോ 140 ഡിവൈഡ് ബൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 350 kg/m³ എന്ന് കിട്ടും. സോ അത് നമ്മൾ ടേബിൾ 5 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ 5 കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർ സിവിയർ കണ്ടീഷൻ ദ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 320 kg/m³ ആണ്. സോ ആ 320 kg/m³ കൂടുതലാണ് നമ്മുടെ സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഹെൻസ് ഓക്കെ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ലെസ് ദാൻ 450 kg/m³. സോ അതാണ് നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിൾ 3 ഓഫ് IS 10262 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് 20 mm ആണ്. സോ 20 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൺ 1-ലെ വോളിയം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. സോ അതാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഫോർ എ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഓഫ് 0.5 ആണ്. സോ
സോ 0.5 വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്കുള്ളതാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. അത് പ്രകാരം നമ്മുടെ വോളിയം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. ബട്ട് നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ 0.1 വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് 0.4ഉം ടേബിൾ പ്രകാരം 0.5. കോഡിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതായത് ഓരോ ഒരു ചേഞ്ചിന് ±0.05 ചേഞ്ച് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോന് നിങ്ങളുടെ കോസ് അഗ്രിഗേറ്റിൻ്റെ റേറ്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തണമെന്ന്. നമ്മുടെ കേസിൽ നമുക്കറിയാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ്. അതായത് 0.5ൽ നിന്നും ദർ ഇസ് എ നെഗറ്റീവ് ചേഞ്ച് ഓഫ് -0.1 ചേഞ്ച് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ട്. സോ ഓരോ 0.05നും ദർ ഇസ് എ ചേഞ്ച് ഓഫ് ഓപ്പോസിറ്റ് ചേഞ്ച് ഓഫ്, അതായത് +0.01 ഓരോ -0.05നും വേണ്ടി വരും. സോ അങ്ങനെ ടോട്ടൽ നമ്മുടെ കേസിൽ എന്ന് പറയുന്നത് ഒരു +0.02 ഇൻക്രീസ് ഇൻ കോസ് അഗ്രിഗേറ്റ് ഇവിടെ ഉണ്ടാവും. സോ അങ്ങനെയാണ് ഇവിടെ ഒരു എക്സ്ട്രാ 0.02 വാട്ട് കോസ് അഗ്രിഗേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ ആ കോസ് അഗ്രിഗേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ് അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 0.6 + 0.02 ടോട്ടൽ 0.62 ആയിട്ട് ചേഞ്ച് ആവും. അതുപോലെ തന്നെ നമ്മുടെ കേസിലെന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പമ്പിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പമ്പിംഗ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോസിൽ ഇവിടെ പറയുന്നുണ്ട് ടേബിൾ 3ലെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി കോഡിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു റെഡ്യൂസ് ദി എസ്റ്റിമേറ്റഡ് കോസ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് ഡിറ്റർമിൻ യൂസിങ് ടേബിൾ 3 അപ് ടു 10%. സോ 10% നിങ്ങൾ വാട്ടർ കോസ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് പമ്പബിൾ കോൺക്രീറ്റ് ആകുമ്പോൾ റിഡക്റ്റ് ചെയ്യണം. സോ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചത് 0.62 ആണ്. 0.62ൻ്റെ 90% മാത്രമേ നമ്മുടെ കോസ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് കാണാവൂ. സോ 0.62 × 0.9, സോ ടോട്ടൽ 0.56 വിൽ ബി ദി വോളിയം ഓഫ് കോസ് അഗ്രിഗേറ്റ്. സോ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 - ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ 1 - 0.56, അതായത് 0.44 ആയിരിക്കും നമ്മുടെ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. നെക്സ്റ്റ് നമ്മൾ മിക്സ് കാൽക്കുലേഷൻ ഓരോ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എല്ലാം കണ്ടുപിടിക്കുന്നത് 1 മീറ്റർ ക്യൂബ് ടോട്ടൽ 1 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് കോൺക്രീറ്റിനാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കുന്നത്. സോ വോളിയം ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ച മാസ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 350 kg/m³ ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അതേ ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ക്ലോസ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ കണ്ടൻ്റ് ആണെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസ്പെക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈഡ് ബൈ 1/1000 ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് വോളിയം കിട്ടുകയാണ് ചെയ്യുന്നത്. സോ വോളിയം ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 0.111 m³ എന്ന് കിട്ടും. സിമിലർലി വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ നമ്മൾ കണ്ടുപിടിച്ച ഫൈനൽ വാട്ടർ കണ്ടൻറ്റ് 140 ഡിവൈഡഡ് ബൈ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ് ഇൻറ്റു അതിൻ്റെ 1/1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് വോളിയം കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത കെമിക്കൽ ആഡ്മിക്സർ എടുക്കേണ്ടത് നമ്മൾ റേറ്റ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 2% ബൈ സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 350 kg ആണ്. സോ 350 kgയുടെ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ 0.2 ചെയ്യുമ്പോൾ നമുക്കറിയാം 7. സോ 2% ആണ്. 2% കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്താണ് 350 × 0.02 ചെയ്യുമ്പോൾ നമുക്കറിയാം 7 ആണ് മാസ് ഓഫ് കെമിക്കൽ ആഡ്മിക്സർ ഡിവൈഡ് ബൈ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈഡ് ബൈ 1/1000 ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വോളിയം കിട്ടും. അതുപോലെ തന്നെ വോളിയം ഓഫ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഓൾ അഗ്രിഗേറ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ 1ൽ നിന്ന് ബാക്കിയുള്ള കണ്ടൻറ്റ് സിമെൻറ്റ് വാട്ടർ അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ആഡ്മിക്സറിൻ്റെ വോളിയം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റ്. ദാറ്റ് ഇൻക്ലൂഡ് കോസ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്. സോ അതിനകത്ത് നിന്ന് നമ്മളിനി മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇ എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള പ്രൊവിഷനാണ്. അതായത് ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റ് 0.743 ആണ്. ആ 0.743യുടെ 0.56% ആണ് 0.56 ആണ് നമ്മുടെ വോളിയം ഓഫ് കോസ് അഗ്രിഗേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോസ് അഗ്രിഗേറ്റ് നമുക്ക് മുകളിൽ തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ 2.74 എന്ന്. അത് ഇൻറ്റു 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സോ മച്ച് kg എന്ന് കിട്ടും. സോ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 1140 kg എന്ന് കിട്ടും. സിമിലർലി മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വോളിയം ഓഫ് ഓൾ കോസ് അഗ്രിഗേറ്റ് 0.743 മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഫ്രാക്ഷൻ ദ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.44 ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000. സോ ടോട്ടൽ 896 kg എന്ന് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിച്ച എല്ലാ മെറ്റീരിയൽസും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയായിരിക്കും നമ്മളെ
ഫസ്റ്റ് മിക്സിൻ്റെ അതായത് ട്രയൽ മിക്സിൻ്റെ വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ്. നമ്മളിപ്പോൾ ചെയ്ത ആ മിക്സിൻ്റെ എന്ന് പറയുന്നത് ആക്ച്വൽ ഫീൽഡ് കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത മിക്സിൻ്റെ നമ്മൾ സ്ലംബ് ഒന്ന് ചെക്ക് ചെയ്യുക. സ്ലംബ് ചെക്ക് ചെയ്യുമ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ ഒരു ട്രയൽ മിക്സ് കൂടെ നടത്തി നോക്കുക. നമ്മുടെ സ്ലംബ് എന്ന് പറയുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ കോഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോസ് അഗ്രിഗേറ്റിന് 0.5ഉം ഫൈൻ അഗ്രിഗേറ്റിന് 1%ഉമാണ്. അതുപോലെ തന്നെ ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത് രണ്ടിനും ഒന്നുമില്ലെന്ന് പറഞ്ഞായിരുന്നു. സോ ഈ ഒരു ഇതിൻ്റെ എഫക്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്ന വെയിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. സോ കോസ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും വാട്ടർ അബ്സോർപ്ഷൻ ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു കോസ് അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1140 kg ആൻഡ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് 896 ആണ്. സോ ഇത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അല്ല, ഞാനൊരു വേറൊരു പ്രോബ്ലത്തിൻ്റെ ജസ്റ്റ് ഒരു കാണിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു കേസ് പോലെ തന്നെ നിങ്ങളുടെ വാട്ടർ അബ്സോർപ്ഷനും ഇവൻ സർഫസ് മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫ്രാക്ഷനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ അപ്പോൾ എക്സ്ട്രാ ക്വാണ്ടിറ്റി ഓഫ് സർഫസ് മോയ്സ്ചർ എന്ന് പറയുന്നത് ഈ കേസിൽ 1.5 പ്ലസ് അബ്സോർപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ ഈ കേസിലെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഉണ്ട്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോസ് അഗ്രിഗേറ്റിൻ്റെ കേസിൽ 0.5ഉം സർഫസ് മോയ്സ്ചർ 0യുമാണ്. സോ ഈ കേസിൽ നിങ്ങളുടെ കേസിൽ 0.5% ഡിവൈഡ് ബൈ 100 ഇൻറ്റു നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച കോസ് അഗ്രിഗേറ്റിൻ്റെ 1140 kg/m³. സോ അത്രയും വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും എഗെയിൻ ഇൻക്രീസ് ചെയ്യും. സോ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വെയിറ്റിൻ്റെ കൂടെ 1140 പ്ലസ് നിങ്ങൾ ഈ കണ്ടീഷൻ അഡീഷണൽ ഇതുകൂടെ ചേർന്നായിരിക്കും നിങ്ങളുടെ ടോട്ടൽ വെയിറ്റ് ഓഫ് കോസ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ സർഫസ് മോയ്സ്ചറും വാട്ടർ അബ്സോർപ്ഷനും ആഡ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിക്കുക. സോ ഇത് ജസ്റ്റ് ഞാൻ വേറൊരു പ്രോബ്ലം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ അത് നിങ്ങളുടെ കോഡിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഡിസ്കസ് ചെയ്യുന്നത് അനക്ഷർ ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്ലൈ ആഷ് ആസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് OPC ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എങ്ങനെയാണ് മിക്സ് പ്രൊപ്പോർഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡേറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് M40 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. OPC 43 ഫ്ലൈ ആഷ് യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ മിനറൽ ആഡ് മിക്സ്ചേഴ്സ്. മാക്സിമം സൈസ് നോർമൽ സൈസ് 20 mm, 320 kg ഇപ്പോൾ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്, 0.45 മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ, വർക്കബിലിറ്റി 100 mm സ്ലംബ് തന്നെയാണ്. കണ്ടീഷൻ സിവിയർ ആണ്. പമ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഗുഡ്. നമ്മുടെ പ്രീവിയസ് കണ്ടീഷനകത്ത് നമ്മുടെ ഫ്ലൈ ആഷ് കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നാണ് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് നോക്കുന്നത്. സോ അതിൻ്റെ ബാക്കി ഡേറ്റയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. സോ അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഴയതുപോലെ തന്നെ ടാർഗറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ്. ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് പ്ലസ് 1.65S. സോ ഈ കേസിൽ നമ്മൾ പഴയ M40 ഗ്രേഡ് 40 Nm/mm² ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേബിൾ 1 നിന്ന് തന്നെ സെയിം വാല്യൂ 5 Nm/mm². നമുക്ക് ടോട്ടൽ നമ്മുടെ ടാർഗറ്റ് സ്ട്രെങ്ത് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ അഡോപ്റ്റ് ചെയ്യുന്നതായിരുന്നു. സിവിയർ കണ്ടീഷൻ പഴയത് തന്നെയാണ്. സോ അതുകൊണ്ട് ടേബിൾ 5 നോക്കിയിട്ട് നമുക്ക് 0.45 ആണ് മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് കിട്ടും. ആ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 0.4 ആണ്. 0.4 ലെസ് ദാൻ 0.45 ആയതുകൊണ്ട് ഓക്കെയാണ്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ടേബിൾ 2 നിന്നാണ് നമ്മൾ നോട്ട് ചെയ്തത്. ആ ടേബിൾ 2 186 ആണ്. ആ 186 നിന്നും അതെന്ന് പറയുന്നത് 50 mm സ്ലംബിനാണ്. നമ്മുടെ കേസിൽ 100 mm സ്ലംബ് ആയതുകൊണ്ട് തന്നെ ഒരു 50 mm ഒരു 6% ഇൻക്രീസ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് വേണം. സോ 197 ആണ്. സൂപ്പർ പ്ലാസ്റ്റൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 29% റിഡക്ഷൻ വാട്ടർ കണ്ടൻറ്റ് വരും. സോ 197 ഇൻറ്റു 0.71 മാത്രമേ ഉള്ളൂ. അതായത് 71% മാത്രമേ നമ്മുടെ 29% there is a reduction. So 0.71 total become 140 liters. നെക്സ്റ്റ് നമ്മുടെ ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. സോ ഇവിടെ കേസിൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിൻ്റെ സിമെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഈ കേസിൽ സിമെൻറ്റ് പ്ലസ് ഫ്ലൈ ആഷ് ആണ് നമ്മുടെ സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്കറിയാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ്. സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ ദാറ്റ് ഇസ് ഫ്ലൈ ആഷ് പ്ലസ് സിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 140 ഡിവൈഡഡ് ബൈ 0.4 ചെയ്യുമ്പോൾ 350 kg/m³ കിട്ടും. സോ നമ്മുടെ ടേബിൾ 5 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 320 kg/m³ ആണ്. അത് ഓക്കെയാണ്. ബട്ട് സം സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് തന്നെ പറയുന്നുണ്ട്. ഇൻ സർട്ടൻ സിറ്റുവേഷൻ ഇൻക്രീസ് ഇൻ സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ കണ്ടൻറ്റ് മേ ബി വാറൻറ്റഡ്. ഇങ്ങനൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 10% കോഡ് പറയുന്ന ഇലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 10% സിമെൻറ്റേഷ്യസ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു.
നമ്മൾ ടോട്ടൽ സിമിലേഷ്യസ് മെറ്റീരിയൽ 350 നിന്ന് ഒരു 10% ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ 1.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 385 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് അറിയാം 140 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 140 ഡിവൈഡ് ബൈ 385. നമ്മുടെ ആക്ച്വൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.364 ആണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്ത ഫ്ലൈ ആഷ് പ്ലസ് സിമെൻറ്റിൻ്റെ കോമ്പിനേഷനിൽ നമ്മൾ ഫ്ലൈ ആഷ് 30% ടോട്ടൽ സിമിലേഷ്യസ് മെറ്റീരിയലാണെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 385ൻ്റെ 30% 115 kg/m3 നമുക്ക് ഫ്ലൈ ആഷ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. സിമെൻറ്റ് എന്ന് പറയുന്ന റിമൈനിങ് പോർഷൻ ആയിരിക്കും. സോ 385 മൈനസ് 115 ഇറ്റ് ഈസ് 270 സിമെൻ്റ് ആയിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്ത ഫ്ലൈ ആഷിനും സിമെൻറ്റിൻ്റെയും ക്വാണ്ടിറ്റീസ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് കോസ് അഗ്രിഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. കോസ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സെയിം റൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ 3 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടേബിൾ 3യിലെ സോൺ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വോളിയം കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.6 എന്ന് കിട്ടും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ 0.6 എന്ന് കിട്ടും. ആ 0.6 വെച്ചിട്ട് ദർ ഇസ് എ ചേഞ്ച് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടോട്ടൽ വാട്ടർ കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.62 ആയിട്ട് മാറും. സോ 0.62ൻ്റെ പമ്പബിൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ദർ ഈസ് എ റിഡക്ഷൻ ഇൻ കോഴ്സ് അഗ്രിഗേറ്റ് ബൈ 10%. സോ 0.62 into 0.9. സോ 0.56 വിൽ ബി ദി ഫൈനൽ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് റിമൈനിങ് ഫ്രാക്ഷൻ ആയിരിക്കും 1 മൈനസ് 0.56. സോ ഇതായിരിക്കും നിങ്ങളുടെ ഫൈൻ അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് പോലെ തന്നെ 1 m3 കോൺക്രീറ്റിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് വോളിയം ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് സിമെൻറ്റ് 270 ഡിവൈഡ് ബൈ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഇതുപോലെ ചെയ്യാം. ഫ്ലൈ ആഷിൻ്റെ ഇതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1/1000. സോ കറസ്പോണ്ടിങ് വോളിയംസ് കിട്ടും. വോളിയം ഓഫ് വാട്ടർ അതുപോലെ തന്നെ വോളിയം ഓഫ് കെമിക്കൽ അഡ്മിക്സർ സൂപ്പർ പ്ലാസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വർക്കൗട്ട് ചെയ്യാം. 2% ബൈ മാസ് ഓഫ് സിമിലേഷ്യസ് മെറ്റീരിയലാണ് എടുക്കുന്നത്. സോ അതിൽ 350യുടെ ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 7 എടുത്തിരിക്കുന്നത്. വോളിയം ഓൾ അഗ്രിഗേറ്റ് 0.715. മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് നമ്മൾ പ്രീവിയസ് വർക്കൗട്ട് ചെയ്തതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാനാണ്. പിന്നെ എക്സ്ട്രാ നിങ്ങൾ അബ്സോർഷനും അതുപോലെ തന്നെ ഫ്രീ മോയ്സ്ചർ കണ്ടൻറ്റും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് കോസ് അഗ്രിഗേറ്റിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. സോ ആ വാല്യൂ കൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്സ് പ്രൊപ്പോർഷൻ കഴിയും.